നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആൽഫ തൃശൂർ സെന്റർ വോളണ്ടിയർമാരുടെയും സ്റ്റാഫ് അംഗങ്ങളുടെയും യോഗം നാളെ സെന്ററിൽ ചേരും. ഒക്ടോബർ 2 തൃശൂർ നഗരത്തിൽ നടക്കുന്ന ഗാന്ധി ജയന്തി ദിനാചരണം തുടർന്ന് തൃശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ നടക്കുന്ന ആൽഫയുടെ മുഖ്യ രക്ഷാധികാരികളായി പ്രശസ്ത സിനിമാ സംവിധായകൻ സത്യൻ അന്തിക്കാട്, പ്രമുഖ സംരംഭകരും മണപ്പുറം ഗ്രൂപ്പ് സ്ഥാപനങ്ങളുടെ ചെയർമാനുമായ VP നന്ദകുമാർ എന്നിവരെ പ്രഖ്യാപിക്കുന്ന പരിപാടി ഒക്ടോബർ 15 തൃശൂർ നഗരത്തിൽ ലോക പാലിയേറ്റീവ് കെയർ ദിനാചരണത്തോടനുബന്ധിച്ച് സംസ്ഥാന തലത്തിൽ നടക്കുന്ന വാക്കത്തോണിന്റെ സമാപനം തുടങ്ങിയ പരിപാടികളുടെ വിജയത്തിനു വേണ്ടിയുള്ള കാര്യങ്ങൾ യോഗം ചർച്ച ചെയ്യും. കമ്മ്യൂണിറ്റി ഡയറക്ടർ സുരേഷ് ശ്രീധരൻ, ഗവേണിംഗ് കൗൺസിൽ മെമ്പർ ഇന്ദിര ശിവരാമൻ, SAPC സ്റ്റേറ്റ് കോർഡിനേറ്റർ ഫാബിൻ ബേബി, തൃശൂർ സെന്റർ പ്രസിഡന്റ് തോമസ് തോലത്ത്, മറ്റു ഭാരവാഹികൾ എന്നിവർ പങ്കെടുക്കും. സെന്ററിന്റെ പുതിയ വോളണ്ടിയർമാരെ യോഗത്തിൽ പരിചയപ്പെടുത്തും. മൂവാറ്റുപുഴ പുതുപ്പാടി ഫാദർ ജോസഫ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി പാലിയേറ്റീവ് ബോധവൽക്കരണ ക്ലാസ് നടത്തി. ടീച്ചർ ഇൻചാർജ് ശരണ്യ ക്ലാസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. SAPC ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ എൽദോസ് K തങ്കച്ചൻ ക്ലാസ് നയിച്ചു. അധ്യാപകരും വിദ്യാർത്ഥികളുമടക്കം 42 പേർ പങ്കെടുത്തു. ആരിഷ് ക്ലബ് രൂപീകരിക്കാനും വിവിധ പരിപാടികൾ ആവിഷ്കരിക്കാനും തീരുമാനിച്ചു. വിദ്യാർത്ഥി പ്രതിനിധികളായ ബെസി, അന്ന എന്നിവർ നേതൃത്വം നൽകി. ലോക പാലിയേറ്റീവ് കെയർ ദിനാചരണത്തോടനുബന്ധിച്ച് ആൽഫയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വാക്കത്തോണിന്റെ വിജയത്തിനായി ആലപ്പുഴ സെന്ററിന്റെ നേതൃത്വത്തിൽ ഊർജിതമായ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നതായി ഭാരവാഹികൾ അറിയിച്ചു. SDV ഗേൾസ് സ്കൂൾ, STV ബോയ്സ് സ്കൂൾ, ലജ്നത്തുൽ മുഹമ്മദിയ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തുകയും അവരുടെ പ്രാതിനിധ്യം തേടുകയും ചെയ്തു. പ്രസിഡന്റ് ഷാജി ജമാൽ, സെക്രട്ടറി തോമസ് ജോർജ്, ജോയിന്റ് സെക്രട്ടറി ആൻസി ബെഞ്ചമിൻ, വിഷൻ 2030 സ്റ്റേറ്റ് കോർഡിനേറ്റർ അംജിത് കുമാർ, കമ്മ്യൂണിറ്റി വെൽഫെയർ ഓഫീസർ ബാലമുരളി തുടങ്ങിയവർ സംഘത്തിലുണ്ടായിരുന്നു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.